ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് സംഭൽ സന്ദർശിക്കും. സന്ദർശനം പരിഗണിച്ച വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യു.പി. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് സന്ദർശനം നടത്തുന്നത്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. റഷീദ്, നേരത്തെ തന്നെ സർവേ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടപടികൾ നിർത്തിവെച്ചെങ്കിലും നിരോധനാജ്ഞ തുടരുകയാണ്. സ്ഥലത്തെ സ്ഥിതിഗതികളൊന്നും പഴയ പോലെ ആയിട്ടില്ല. ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷ വേട്ടയ്ക്ക് അവിടെ നേതൃത്വം നൽകുന്ന യു.പി. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ഇപ്പോൾ സംഭൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ ഫോം ചെയ്ത് അവരവിടെ സന്ദർശിക്കാൻ പോകുന്നതെങ്കിലും ഏത് രീതിയിലായിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? കാരണം യു.പി. സർക്കാരാണ് ഈ ന്യൂനപക്ഷ വേട്ടയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത്. ഒരു സംഘർഷത്തിന് മുതൽക്കൂട്ടായി നിൽക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ മൗന അനുവാദമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സംഭൽ വെടിവെപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ യു.പി. സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനാണ് ഇന്ന് സംഭൽ സന്ദർശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 അംഗ അന്വേഷണ സംഘത്തെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ നിയമിച്ചിരുന്നു. 2 ദിവസം മുമ്പ് നിയമിച്ചിരുന്നു. ഈ സംഘമാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേണ്ടി സംഭൽ സന്ദർശനം എത്തുന്നത്. എന്തായാലും ഈ സംഘർഷ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും റിട്ടയർഡ് ജസ്റ്റിസ് ഒപ്പം റിട്ടയർഡ് ആയിട്ടുള്ള 2 IPS ഉദ്യോഗസ്ഥരടക്കം അടങ്ങുന്ന 3 അംഗ സംഘമാണ് സംഭൽ സന്ദർശനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പള്ളി മേഖലയും ഒപ്പം ഈ ഈ സംഘർഷം നടന്ന മേഖലകളൊക്കെ തന്നെയും ഈ ജുഡീഷ്യൽ സംഘം കാണും. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും മറ്റു ജനവിഭാഗങ്ങളുമായി സംസാരിക്കുമെന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശ് ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള കമ്മീഷനാണ് അല്പസമയത്തിനകം തന്നെ സംഭൽ സന്ദർശിക്കും. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഡിസംബർ 10 വരെ നിലവിലുണ്ടായിരുന്ന നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. ജനങ്ങൾ കൂടി നിൽക്കുന്നതടക്കം, അതായത് 5 പേരടക്കം കൂടി നിൽക്കണമെങ്കിൽ പോലും പോലീസിൻ്റെ അനുവാദം വേണം എന്ന തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസ് സംഭലിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജനപ്രതിനിധികൾക്കടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സമാജ്വാദി പാർട്ടി നേതാക്കളൊക്കെ തന്നെയും സംഭൽ സന്ദർശനത്തിന് എത്തിയിരുന്നു. ഇവിടെ തടയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും BJPയുടെ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ് എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് നേരത്തെ ആരോപണം ഉയർത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോര് പോലും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭലിലുണ്ടായത്. എന്തായാലും 2 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് ഈ സംഘത്തോട് ആവശ്യപ്പെട്ടുള്ളത്. ഇത് പ്രകാരമുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് ഇന്ന് ജുഡീഷ്യൽ സംഘം സംഭലിൽ സന്ദർശിക്കുന്നത്. നിഷ.